ഈ ഫ്രണ്ട്സിനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ, അതായത് ടൊവിനോ ഈസ് യുവർ വെരി ഗുഡ് ഫ്രണ്ട്, അങ്ങനെ ഫ്രണ്ട്സിനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ അഡ്വാൻറ്റേജസും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ താങ്കൾക്കറിയാം. അതെങ്ങനെയാണ് കൊണ്ടുവരാറ് സാധാരണ, അത് അവരോട് പോലും പറയാതെ? ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ടൊവിനോ ആണെങ്കിലും വിനീതേട്ടനൊക്കെ ആണെങ്കിലൊക്കെ അവർക്ക് എനിക്ക് അവരറിയുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് എന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ക്യാരക്ടേഴ്സിലൊക്കെ എൻ്റെ കുറച്ച് മാനറിസംസ് ഒന്നും വരും ഈ പറയുന്ന പോലെ. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കുമ്പോഴും അപ്പോൾ അവരത് കുറച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ മിന്നൽ മുരളിയിലെ ടൊവിനോയ്ക്കാണെങ്കിലും ഗോദയിലെ ടൊവിനോയ്ക്കൊക്കെ ആണെങ്കിലൊക്കെ അങ്ങനത്തെ കുറേ മാനറിസം ഉണ്ട്. അതേസമയം എനിക്ക് ഇവൻ ചെയ്ത കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ ഹ്യൂമർ കുറച്ച് ലൗഡാണ്, അത് ആസ് ആൻ ആക്ടർ അവർക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒരു മടി ഉണ്ടാവും. അതായത് ലൗഡ് ഹ്യൂമർ ചെയ്യാൻ എപ്പോഴും ആക്ടേഴ്സിന് ഒരു ടെൻഷൻ ഉണ്ടാവും എപ്പോഴും. ഇത് പ്രോപ്പറായിട്ട് സ്ക്രീനിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ബോറായിപ്പോവും നമുക്ക്. ഞാൻ ആസ് ആൻ ആക്ടർ അഭിനയിക്കുമ്പോഴും ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ചുകൂടെ മീറ്ററപ്പ്, കുറച്ചുകൂടെ ലൗഡാവും എന്നൊക്കെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവാറുണ്ട്. എൻ്റെ പൊന്നളി അതൊക്കെ മര്യാദയ്ക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തിൻ റോപ്പാണ് അത് എപ്പോഴും. അത് എല്ലാം ഡയറക്ടറിൻ്റെ കയ്യിൽ, അവരെ വിശ്വസിച്ച് നമ്മൾ പിന്നെ അങ്ങ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അവർ ടെക്നിക്കലി ഇതൊക്കെ കറക്റ്റായിട്ട് നല്ല ഷോട്ടുകൾ വെച്ചും സിറ്റുവേഷൻ അതിന് ആപ്റ്റായിട്ടൊക്കെ വരണം. റൈറ്റിങ്ങിൽ അത് വരണം, അതിൻ്റെ മ്യൂസിക്കിലും വരണം, അതിൻ്റെ എഡിറ്റിൽ അത് വരണം. ഒരുപാട് ടെക്നിക്കൽ സൈഡിലൊക്കെ ആ പെർഫെക്ഷൻ വന്നാൽ മാത്രമേ അങ്ങനത്തെ മീറ്റർ ഓഫ് കോമഡിയൊക്കെ ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ളൊരു മീറ്ററിൽ തന്നെ വരുള്ളൂ. എത്ര ലൗഡായിട്ട് ചെയ്താലും ഒരു നമുക്ക് ചിരി വരുന്ന രീതിയിൽ തന്നെ ആ മീറ്ററിൽ വരുള്ളൂ. അപ്പോൾ അതെപ്പോഴും ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേടിയുള്ള കാര്യമാണ്. അപ്പോൾ പക്ഷേ അവർക്ക് നമ്മളെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ടൊവിനോ ആണെങ്കിലൊക്കെ മിന്നൽ മുരളിയിൽ ഇപ്പോൾ പറക്കാൻ നോക്കിയിട്ട് വന്ന് നിലത്ത് വീണ് ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് പറക്കാൻ പറ്റൂലടാ എന്നൊക്കെ ഭയങ്കര ലൗഡാണല്ലോ. അത് ഭയങ്കര വിഷ്വൽ കോമഡി ലൈനാണത്, വെരി കാർട്ടൂണിഷനാണത്. പക്ഷെ അത് ടൊവിനോയ്ക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു ടൊവിനോനെ പോലെ ഒരു വലിയ സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്ന ഒരു ആക്ടർ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ നിലത്ത് കിടന്ന് ഇഴഞ്ഞ് വന്ന് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ടൊവിനോനെ കണ്ടില്ല, ഞാൻ മിക്കവാറും കണ്ടത് ആ ഗ്രാമത്തിലെ സൂപ്പർ ഹീറോ തന്നെയായിരുന്നു. അതെ, അപ്പോൾ ആ സിറ്റുവേഷനും ആ മൊമെന്റും ആ ട്രീറ്റ്മെന്റും ഫ്രെയിമിങ്ങും എല്ലാം അതിന് കൃത്യമായിട്ടുള്ളൊരു പാറ്റേണിൽ വരുമ്പോൾ അത് വർക്കാവും. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേറൊരു രീതിയിലേക്ക് മാറും.